അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പം ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അതൊരു മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ മസാല ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നോക്കാം. ഞാനൊരു 4-5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ 4-5 കറാമ്പൂ, പിന്നെ കുറച്ച് കറുവപ്പട്ട, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഒരല്പം കടുക്, ഒരല്പം ഉലുവ. പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ വന്നത് പെരുംജീരകമാണ്. അപ്പോൾ പെരുംജീരകം അല്ലെങ്കിൽ പെരുംജീരക പൊടി ആയാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പെരുംജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നവർക്കും ഇതൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ചൂടാറിയിട്ടാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞു. ഇത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ വാരിയെടുക്കുന്നത് വെച്ചാൽ ചൂടാറിയിട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചൂടോട് കൂടിയല്ല, അപ്പോൾ നമ്മളിങ്ങനെ വാരിയിടുമ്പോൾ വിചാരിക്കില്ല ചൂടോട് കൂടിയാണ്. അപ്പോൾ അത് ചൂടാറിയിട്ടാണെന്ന്, അതിന് വേണ്ടിയാണ് ഞാൻ കൈകൊണ്ട് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മസാല നമ്മളിപ്പോൾ ഇസ്റ്റ് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മസാല ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു തരി അങ്ങനെ തരി പോലെ ഒന്നല്ല, നന്നായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഇവിടെ മസാല കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ബിരിയാണി മസാല ഒക്കെ ചേർക്കൂലേ, അപ്പോൾ അതിന് അത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ പാത്രം എടുത്തത്. അപ്പോൾ ഈ 1 കിലോ ബീഫ് ഞാൻ നേരത്തെ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ വെള്ളം കുറേ നല്ലോണം വെള്ളം പോയിട്ടുണ്ട്. വെള്ളം പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ മസാല കൂട്ടുമ്പോൾ, വെള്ളത്തോടാകുമ്പോൾ ഈ മസാല അങ്ങനെ പിടിച്ചെന്ന് വരില്ല. അപ്പം വെള്ളം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഈ നമ്മൾ മസാല കുഴക്കുന്നതിലൊക്കെ അത് നന്നായിട്ട് ഇറച്ചിയിലൊക്കെ പിടിക്കും. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് 1 കിലോ ബീഫ് ആയതുകൊണ്ടിട്ട് ഒരു 2 സ്പൂണ് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കിലോ ആണെങ്കിൽ 1 സ്പൂണ് ചേർത്താൽ മതി, കാരണം കൂടുമ്പോൾ അതിൻ്റെ ഒരു കുത്തൽ വരും. പിന്നെ 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ ഇതിലേക്ക് എന്തായാലും ഈ മസാല ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മീറ്റ് മസാല ആയാലോ ചിക്കൻ മസാല അതിലൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് മീറ്റ് മസാല ഉള്ളതുകൊണ്ട് മീറ്റ് മസാല ചേർത്തു. നമ്മൾ മീറ്റ് മസാല തന്നെ നിർബന്ധമില്ല, നമുക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും ഇട്ട് കൊടുക്കാം, കാരണം ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഞാൻ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട 1.5 സ്പൂണാണ്, ആ 1 സ്പൂണ് കണക്കാക്കി എടുത്താണ് കേട്ടോ. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി. നമ്മളിതിൽ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല വേറെ. ഈ എരിവ് തന്നെയാണ്, കാരണം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ എരിവ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില ഇത് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. ഈ പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ മെയിൻ ഇതിലേക്ക് ബീഫ് മസാല കൂട്ടുന്നതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഇവിടെ ഒരു നാരങ്ങ, ചെറുനാരങ്ങ, അതിൻ്റെ ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്ക് പിന്നെ ഞാൻ ഇതിൽ പിന്നെ നാരങ്ങയുടെ നീര് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ വെള്ളം ചേർക്കുന്നില്ല. അതിന് പകരം ഞാൻ എന്താ പറയുക, ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ സാധാ ഓയിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, പക്ഷേ എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉള്ളതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ബീഫെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ബീഫ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഈ പിന്നെ വെളിച്ചെണ്ണ ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ മസാല ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ പിന്നെ ബീഫ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളൊരു 5-10 മിനിറ്റ്, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാലും
ഇതിലേക്ക് ഈ മസാല ബീഫിലേക്ക് നല്ലോണം മസാല ഒക്കെ പിടിച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുക്കർ ഇവിടെ അതിലെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വെളിച്ചെണ്ണ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടല്ലോ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ഉലുവ അങ്ങനെയൊന്നും ഇട്ട് പൊട്ടിക്കുന്നില്ല. ഈ മസാല കൂട്ടിയ ബീഫ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റ് സാധനങ്ങളൊന്നും വേണ്ട, കാരണം നമ്മൾ ഇതിൽ എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഈ ബീഫ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് ഫ്രൈ ആക്കുന്നതിന് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് ഫ്രൈയും അതുപോലെ നെയ്ച്ചോറും ചമ്മന്തിയുമാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. നെയ്ച്ചോറ് ആദ്യം ഉണ്ടാക്കിപ്പോയി. അപ്പോൾ ഞാൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വന്നേ ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന്. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊരു 5-7 വിസിൽ, ഞാൻ ഒരു 7 വിസിലൊക്കെ വന്നാലാണ് ബീഫിനെ ഞാൻ 7 വിസിൽ വരെ വരുത്തിക്കും, കാരണം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വിസിലടിക്കുന്നൊന്നും വീഡിയോ ആക്കിയിട്ടില്ല കേട്ടോ, ലെങ്ത്ത് ഓവറാണ് വെച്ചിട്ട്. വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാൽ എല്ലാവർക്കും കാണാൻ തന്നെ ഒരു ചടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം വെന്ത് വന്ന്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ബീഫ് ആയതുകൊണ്ട് 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് 3 തക്കാളിയും, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിനയില, ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ വെള്ളം ചേർക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വിസിൽ വരുത്താതെ തന്നെ ജസ്റ്റ് ഒന്ന് മൂടി ഇട്ടിട്ട് പിന്നെ അടച്ച് വെച്ച് കണ്ടിട്ട് നമ്മളിതൊന്ന് ഒരു 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ്. കാരണം ആ മസാല ഒക്കെ ഈ ഇതിൽ നന്നായിട്ട് അതിൻ്റെ ഈ തക്കാളിയുടെ പുളിയൊക്കെ അതിൽ നന്നായിട്ട് ചേരണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചിട്ട് അങ്ങനെ മാത്രം വേവിച്ചെടുക്കുന്നുള്ളൂ. വലിയ പണിയൊന്നുമില്ല, എത്രയും എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റിയ. കാരണം നമ്മൾ പിന്നീട് മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല, ആ ബീഫ് മസാല കൂട്ടി വെക്കുന്ന മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഫ്രൈ ആയതുകൊണ്ട് അത്ര ഒരു ഗ്രേവി വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു പാകത്തിലാണ് ഞാൻ. ഇനി ഇത് കറിയാക്കുന്നവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആക്കാം. എൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈയും നെയ്ച്ചോറും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വരെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ